ഹലോ ഐറിസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ, മക്കളുടെ സ്കൂൾ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഈങ്ങാപ്പയിലുള്ള ഐലൻഡ് പാർക്കിലേക്കാണ് പോകുന്നത്. കൂടെ ഇക്കായുടെ പെങ്ങളെ മക്കളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ആവേശത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. പാർക്കിന്റെ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് കേട്ടോ. 50 രൂപ അല്ലേന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല. കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല നല്ല റൈഡുകളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഉണ്ട്. ഉദാഹരണത്തിന് ഇതാ ഇക്കാണ് ആദ്യം ചെന്ന് ഊഞ്ഞാലിൽ അടന്ന് കുട്ടികളെക്കാട്ടി മുമ്പേ. ഈ ആവേശം കണ്ടാൽ വെക്കേഷൻ ആഘോഷിക്കാൻ വന്നത് ഇക്കയാണെന്ന് തോന്നും. ഒരേ സമയം 4 പേർക്ക് ഈ ഊഞ്ഞാലിൽ ആടാം. പിന്നെ ഉമ്മച്ചി കയറിട്ടോ. ആദ്യമൊക്കെ പേടിയാണെങ്കിലും കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങണേയില്ല കേട്ടോ. ആള് ഭയങ്കര ഹാപ്പി. പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ, ഒരു മത്സരം വെച്ച് ഓരോ റൈഡിൽ ഇങ്ങനെ കയറിക്കൊണ്ടെന്ന്. പിന്നെ നമ്മൾ കയറിയത് ഇതാ ഈ കാണുന്ന ആകാശത്തോണിയിലാണ്. ഈ ആകാശത്തോണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഇലക്ട്രിക് അല്ല. നമുക്ക് ആവശ്യത്തിന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ തന്നെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടുത്തെ അധിക റൈഡുകളും ഇലക്ട്രിക് അല്ല. നമ്മൾ ഐറൂസ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൾ മിക്കവാറും ആലോചിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, റബ്ബേനി അടുത്ത റൈഡ് ഞാൻ ഏതിൽ കയറും? ആ കാണുന്നതിൽ എല്ലാവരും തുള്ളി ചാടുണ്ടല്ലോ, അതിലൊന്ന് കയറി വെക്കും. പക്ഷെ ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. തുള്ളി തുള്ളി തെറിച്ച് പോകുന്ന എന്നെ വേഗം ഉപ്പങ്ങ് എടുത്തിട്ടോ. ഐറൂസിന് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇതിൽ അവൾ കുറേ നേരം എൻജോയ് ചെയ്തു. അതിനുശേഷം ഇവിടെ തന്നെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. അവിടെ ചായയും എണ്ണക്കടിയും ലഘുവായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടേസ്റ്റ് ഒക്കെ ചെയ്തു. പൊട്ടാറ്റോ ചിപ്സ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അവർ കൂടുതലായിട്ട് കഴിച്ചത് ഇതാണ്. ചെറിയ ചൂടുള്ളതുകൊണ്ട് കണ്ടില്ലേ അവളുടെ എക്സ്പ്രഷൻ, അതൊന്നും വകക്കാതെ ഓള് നല്ലോണം അടിച്ചു മാറിയിട്ടാ. അതൊക്കെ ആസ്വദിച്ച് നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു കുളവും സൈക്കിൾ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിൽ കയറിയിട്ടില്ല. കപ്പിൾസിനും അതേപോലെ സൈക്കിൾ ബോട്ടിലൊക്കെ ഇന്നവരെ കയറാത്തവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇതാ ഇവിടെയാണ് കേട്ടോ കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഊഞ്ഞാലാടാം കേട്ടോ. അതും നല്ല ഹൈറ്റിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും പണ്ട് ഊഞ്ഞാലാടിയതൊക്കെ ഓർമ്മ വരുന്നില്ലേ? അങ്ങനെ ഓർമ്മകൾ അയവിറക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇന്നേ വരെ ഹെലികോപ്റ്ററിൽ കയറാൻ കഴിയാത്തവർക്കും ഫോട്ടോ പോലെ എടുക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ ഒരു ഡെമ്മി ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. ഒരു ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുന്ന അതേ ഫീല് കിട്ടും കേട്ടോ. പിന്നെ ഇതാ നോക്കി പഴയ കാലത്തെ കാളവണ്ടിയുടെ ഒരു മോഡൽ. ഈ സീറ്റിലിരിക്കുമ്പോൾ ഒരു നാടൻ മക്കൾക്ക് ഇതൊരു പുതിയ അനുഭവമാണ് കേട്ടോ. അവരിതുവരെ നേരിട്ട് കാണാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഇതാ ഒരു ചെറിയ മിനി ടൈറ്റാനിക് കപ്പൽ കേട്ടോ. ഇവിടെ ഞങ്ങൾ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ജാക്രോസ് ഒക്കെ ആവാൻ നോക്കി. അതിന് ചെറിയ ഷോട്ടൊക്കെ കിട്ടി. ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ സമയം 6 മണിയായി. റൈഡുകളൊന്നും ഇപ്പോഴും കയറി തീർന്നിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ക്ലോസ് ടൈം എന്ന് പറയുന്നത് 8 മണിയാണ്. അപ്പോൾ അത് വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഇതാ ഈ സ്ലൈഡിലൊക്കെ മക്കളെക്കാട്ടി കഷ്ടമാണ് കേട്ടോ ഇക്ക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയതോടുകൂടി ഇക്കയും കുട്ടിയായി മാറി എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ വന്ന ആരും അങ്ങനെ തന്നെ ആയി പോകുന്നതാണ് എൻ്റെ ഒരു അനുഭവം. ഈ അടുത്തതെന്ന് പറഞ്ഞത് ഒരു റിസ്ക് പിടിച്ചതാണ് കേട്ടോ. ഹാങ്ങിങ് ബ്രിഡ്ജ്. ആദ്യം ഈ സിമ്പിൾ ആയിട്ടുള്ള പാലം പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളതും കൂടെ സിമ്പിൾ ആയിരിക്കുന്നു. പക്ഷെങ്കിൽ അതായിരുന്നു മക്കളെ ടാസ്ക്. ബാക്കോട്ട് പോകാനും പറ്റുന്നില്ല, ഫ്രണ്ടിലോട്ട് പോകാനും പറ്റുന്നില്ല. എന്നാലോ ചാടാൻ നോക്കിയാലോ അതിനും പറ്റുന്നില്ല. ആടി കളിക്കാണ്. ഇക്കയും മക്കളൊക്കെ എത്ര സിമ്പിളായിട്ടാണ് പോയെന്നറിയോ? ഞാൻ പെട്ടു ഗൈസ്, പെട്ടു. പിന്നെ അവിടെ എത്ര ടൈം എടുത്തെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നേരെ പോയത് വാട്ടർ റൈഡാണ്. കുട്ടികൾക്ക് മാത്രമേ ഉള്ളതാണ് കേട്ടോ, ഒരു ബോട്ടിംഗ് ഒക്കെ പോലെ. പക്ഷേ എൻ്റെ മകൾ ഇതാദ്യമായിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയാത്തതുകൊണ്ട് ഇക്ക തന്നെ പിന്നെ തള്ളി കൊടുത്തിട്ടോ. പിന്നെതാ കുട്ടികൾക്കും നമ്മൾക്കൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പച്ചപ്പ് ഇരിച്ചൊരു സ്റ്റേജൊക്കെ ആയിട്ട് കുളത്തിനോട് അടുപ്പിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത്. ഇത് ആൾക്കാർക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇക്കയും മക്കളൊക്കെ നല്ല ചിരിയും കളിയിലൊക്കെ ആയി. പിന്നെ ഞാനും ഉമ്മച്ചി കുറച്ചു നേരം കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ആ സ്റ്റേജ് ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ കയറിന്ന് പാട്ട് പാടലും ഡാൻസ് കളിക്കലും അതിൻ്റെ ഇടയിൽ ഇക്കായുടെ കോപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ദാഹം മാറ്റാൻ വേണ്ടി അവിടെ തന്നെ ഞങ്ങൾ സോഡയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇതാ ഇക്ക ഈ റൈഡിൽ കയറിട്ടോ. ഈ റൈഡിൽ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിവാണ് കേട്ടോ. അതും എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ നന്നാവുകയെന്ന്. ഇക്ക ഇതിൽ കയറി പെട്ടു എന്ന് പറയാം. പിന്നെ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം പിന്നെ വാട്ടർ ഡാൻസിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൽ കയറിയിട്ടില്ല, കാരണം ക്ലോസ് ടൈം ആയതുകൊണ്ട്. പോകാൻ നോക്കിയപ്പോൾ കുട്ടികൾ തീരെ വരുന്നുണ്ടായില്ല കേട്ടോ. അവർക്ക് വരാനേ ഇഷ്ടമില്ല അവിടുന്ന്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് നാളെയും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് സോപ്പിട്ടിട്ട് നേരെ പോകുന്നു കേട്ടോ വീട്ടിലോട്ട്. ഞങ്ങളുടെ ഈ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മക്കളെയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പുഴയിലേക്ക് പോകുന്നതാണ്. അതിൽ വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് ആ വീഡിയോയിൽ. അത് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.